ലഹരിക്കും അക്രമത്തിനുമെതിരെ 24 ചീഫ് എഡിറ്റർ ആർ ശ്രീകണ്ഠൻ നായർ നയിക്കുന്ന SKN40 ജനകീയ യാത്രയ്ക്ക് മഞ്ചേരിയുടെ പൂർണ്ണ പിന്തുണ. MLA-മാരും സാംസ്കാരിക പ്രവർത്തകരും ഉൾപ്പെടെ നൂറുകണക്കിന് പേർ ലഹരിക്കെതിരെ അണിചേർന്നു. മഞ്ചേരി ഇന്ദിരാഗാന്ധി ബസ് സ്റ്റാൻഡിൽ നിന്നായിരുന്നു ഇന്നത്തെ യാത്രയുടെ തുടക്കം. നിരവധി കൂട്ടായ്മകൾ യാത്രയ്ക്ക് പിന്തുണ അറിയിച്ചെത്തി. ലഹരിക്ക് പ്രത്യേകിച്ച് ഇന്നത്തെ യുവജനങ്ങളെ നമ്മൾ സംരക്ഷിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഞങ്ങളുടെയൊക്കെ പിന്തുണ മെക്സവന്റെ പ്രത്യേകിച്ചും മഞ്ചേരിയിലെ മെക്സവൻ ലേഡീസിന്റെ പൂർണ്ണ പിന്തുണ ഇതിന്റെ പിന്നിലുണ്ടാവും. 9 മണിയോടെ മഞ്ചേരി ബോയ്സ് ഹൈസ്കൂൾ ഗ്രൗണ്ടിലേക്ക് ലഹരിക്കെതിരെ പോരാട്ടം നടത്തുന്ന തുവൂർ ഗാലക്സി ക്ലബ്ബും ഫുട്ബോൾ മൈതാനത്തിൽ ഒത്തുചേർന്നു. സാർ നയിക്കുന്ന ഈ നല്ല കാര്യത്തിന് പിന്തുണ പ്രഖ്യാപിക്കുന്ന ഒരു ക്ലബ്ബാണ്. 11:30 ജനകീയ യാത്ര വണ്ടൂർ സഹ്യ ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെത്തി. നൂറുകണക്കിന് വിദ്യാർത്ഥികളും അധ്യാപകരും ലഹരി എന്ന വിപത്തിനെതിരെ ഒന്നിച്ചു. പ്രത്യക്ഷമായോ പരോക്ഷമായോ ലഹരി പ്രോത്സാഹിപ്പിക്കില്ല എന്ന് ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു. ജനകീയ യാത്രയ്ക്ക് 24 ചെയർമാൻ ആലുങ്ങൽ മുഹമ്മദ് ആശംസ നേർന്നു. SKN40 ഇത്ര നന്നായിട്ട് വളരെ നന്നായിട്ട് കേരളത്തിലുടനീളം നടന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഈ കാണിച്ച ഈ ധൈര്യം, മാഫിയ സംഘത്തോട് നേരിടാൻ കാണിച്ച ധൈര്യം ഞാനിവിടെ അനുമോദിക്കുകയാണ്. ഉച്ചയ്ക്ക് ശേഷം നിലമ്പൂർ മർത്തോമ കോളേജിൽ യാത്രയെത്തി. ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിൽ അണിനിരക്കാൻ SKN വിദ്യാർത്ഥികളോട് ആഹ്വാനം ചെയ്തു. മർത്തോമ കോളേജ് ലഹരിമുക്ത ക്യാമ്പസാക്കാൻ ഈ യാത്ര പ്രചോദനമായതായി മുഖ്യരക്ഷാധികാരി പറഞ്ഞു. അഭിപ്രായങ്ങളും നിലപാടുകളും ശക്തമാകുന്നതുകൊണ്ടും ഓരോ ഹൃദയങ്ങളിലേക്കും ഓരോ കാര്യങ്ങളെ സംവേദനം ചെയ്യുവാൻ താങ്കൾ എടുക്കുന്ന ശ്രമവും ദൈവം താങ്കൾക്ക് എന്ന കഴിവ്. അമ്മമാരുടെ കണ്ണീര് വീഴുകയാണ് ഈ മണ്ണിലിപ്പോ. എത്രയോ പ്രതീക്ഷയോടെ സ്വപ്നങ്ങൾ പങ്കുവച്ച് അമ്മമാർ സ്കൂളിലേക്ക് അയച്ച അതേ കുട്ടികൾ തന്നെ തൊട്ടുമുന്നിൽ നിൽക്കുന്നത് അമ്മയാണെന്ന് പോലും മനസ്സിലാക്കാതെ അമ്മയ്ക്ക് നേരെ കത്തിയെടുക്കുന്ന, അമ്മയെ കൊലപ്പെടുത്തുന്ന ഒരു വിധ്വംസകമായ ഒരു സാഹചര്യം നമ്മുടെ നാട്ടിലുണ്ടായിരിക്കുന്നു. കൊട്ടുക്കര PPM ഹയർ സെക്കൻഡറി സ്കൂളിലും SKN40 എത്തി. അവധി ദിവസമായിട്ടും ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിന്റെ ഭാഗമാകാൻ നൂറുകണക്കിന് വിദ്യാർത്ഥികളെത്തി. പുത്തനങ്ങാടിയിൽ പോയി ശ്രദ്ധയാർന്നൊരു ചൂല് വാങ്ങുക എന്ന് ചമ്മനം ചാക്കോ അദ്ദേഹത്തിൻ്റെ ഒരു ആക്ഷേപഹാസ്യ കവിതയിൽ പറഞ്ഞിട്ടുണ്ട്. ശ്രദ്ധിച്ച് നിങ്ങളുടെ ചൂല് വാങ്ങിക്കുക, അടിച്ചു വൃത്തിയാക്കണം. ഈ നരാധമന്മാർ നമുക്കിടയിൽ മാന്യന്മാരായി അവരുടെ കുപ്പായമിട്ട് നടക്കാൻ നമ്മൾ അനുവദിക്കരുത്. മലപ്പുറത്തെ 3 ദിവസത്തെ പര്യടനം പൂർത്തിയാക്കി നാളെ യാത്ര വയനാട്ടിലേക്ക് കടക്കും. 24 മലപ്പുറം.